ടാക്സിയാണ് കേട്ടോ, ഫോറക്സ് ടാക്സി. ടാക്സോ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ ടാക്സിയാണ്, ടാക്സോ എന്നാണ് എഴുതിയിട്ടുള്ളത്. ടാക്സോ, ഫോറസ്റ്റ് ടാക്സോ. അങ്ങനെ എസ്റ്റോണിയയുടെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരുവിലൂടെയൊക്കെ നടന്ന് കണ്ട കാഴ്ചകളും അതുപോലെ തന്നെ അവിടെ ഒരു മാർക്കറ്റിൽ പോയി ആ മാർക്കറ്റിൻ്റെ കാഴ്ചകളും അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ എസ്റ്റോണിയയുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ് എസ്റ്റോണിയ. വളരെ നല്ല ബിൽഡിങ്ങുകളും നല്ലൊരു പ്രകൃതി ഭംഗി തന്നെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതുപോലെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്ലവേഴ്സാണ്. വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സ്കൂട്ടറിന് സഞ്ചരിക്കുക ഒരു പാത, അതുപോലെ തന്നെ കാറിന്, അങ്ങനെയുള്ള ഓരോ വാഹനങ്ങൾക്ക് സെപ്പറേറ്റ് പാതകളാണ്. ആൾക്കാർക്ക് നടക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു വഴി. അങ്ങനെ ഓരോ സ്ഥലങ്ങളും പ്രത്യേകമായി തിരിച്ചിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ നടക്കുന്ന പാതകളെല്ലാം ടൈലെല്ലാം വിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഈ സ്ട്രീറ്റ് കച്ചവടങ്ങളാണ് കൂടുതൽ അവിടെ കണ്ടത്. അത് നല്ല കൂടുതൽ സെറ്ററുകളും, അങ്ങനെ തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് കുറേ സെറ്ററുകൾ, തൊപ്പികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ റേറ്റ് കൂടുതലാണ് ഇവിടെ. ഇതൊരു ഏരിയ മുഴുവൻ ഇവിടുത്തെ ഇങ്ങനത്തെ കച്ചവട സ്ഥാപനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോകൾ ഞാനിങ്ങനെ പകർത്തിയതാണ്. കൂടുതലും ഈ ടീഷർട്ട്, തൊപ്പികൾ, അതുമാതിരി സെറ്ററുകൾ, പിന്നെ അവരുടെ നാട്ടിലെ കുറേ ഷാളുകൾ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളല്ല. അവിടുത്തെ ഡിസൈനിലുള്ള കുറേ വർക്കുള്ള ഐറ്റംസുകളൊക്കെയാണ്. നമ്മുടെ കേരളത്തിനേലും കുറച്ചും കൂടിയും വലിപ്പമുള്ള രാജ്യമാണ് ഈ എസ്റ്റോണിയ എന്ന് പറയുന്നത്. ഈ എസ്റ്റോണിയയുടെ തലസ്ഥാനമാണ് ടാലിൻ എന്ന് പറയുന്ന സ്ഥലം. ടാലിനിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ടാലിനിലെ വീഡിയോസാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്റ്റോണിയയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 13.5 ലക്ഷത്തോളം മാത്രമാണ്. പക്ഷേ എന്നിരുന്നാലും എസ്റ്റോണിയ വളരെ വികസിതമായിട്ടുള്ള രാജ്യമാണ്. എസ്റ്റോണിയയുടെ ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത് യൂറോപ്പിലെ 4 വൻ ശക്തികളുടെ ശരാശരി ആഭ്യന്തര വരുമാനത്തിൻ്റെ പകുതിയോളം വരുമെന്നാണ് പറയുന്നത്. നമ്മളങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു റെഡ് കളറിലൊരു ഡബിൾ ഡെക്കർ ബസ് കിടക്കുന്നുണ്ട്. അതിവിടെ സിറ്റി ടൂർ അറേഞ്ച് ചെയ്യുന്ന ബസ്സാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ സിറ്റി ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ബസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇവിടുത്തെ സിറ്റി എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇനി ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ബസ്സിൽ കയറി ഇരുന്നതിന് ശേഷം ബസ്സിലിരുന്നു കൊണ്ടുള്ള കുറച്ച് വീഡിയോകൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം.
എസ്റ്റോണിയയുടെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്ന രാജ്യം ഫിൻലാൻഡാണ്. ഫിൻലാൻഡിലെ ഹെൽസിങ്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടേക്ക് ഞങ്ങൾ കപ്പലിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.